ഋഷഭ് പന്ത് ഇസ് ബാക്ക് ആൻഡ് ലക്നൗ മേഡ് ദ ഫസ്റ്റ് വിക്ടറി. ഇത്ര ആവേശത്തോടു കൂടി ഇത് പറയാൻ കാരണം ഒരു ക്യാപ്റ്റന്റെ ഇന്നിങ്സ് ഇന്നലെ കണ്ടു. അതെ, ഋഷഭ് പന്ത് ആദ്യ മത്സരത്തിൽ ഒരു ഓപ്പണറായി വന്ന് പരാജയപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. അത് ടീമിന് വലിയൊരു ക്ഷീണം തന്നെയാണ് ഉണ്ടാക്കിയത്. എന്നാൽ മാക്രവും മാർഷും ഓപ്പണറായി തിരിച്ചു വന്നപ്പോൾ, നിക്കോളാസ് പൂറൻ മധ്യനിരയിൽ നിന്നപ്പോൾ, ഋഷഭ് പന്ത് ഒരു വൺ ഡൗൺ ബാറ്ററായി വന്നപ്പോൾ LSGക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ വർക്കൗട്ടായി. ഇത് തന്നെയാണ് എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തെ വിമർശിച്ചതല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ഫിനിഷുകൾ കാണാൻ, അദ്ദേഹം ഇന്നിങ്സ് കൊണ്ടുപോകുന്നത് കാണാൻ വളരെ ഭംഗിയാണ്. ക്യാപ്റ്റന്റെ റോൾ കൃത്യമായി ഋഷഭ് നിർവഹിച്ചത് LSGക്ക് ഏറെ തുണയായി എന്നോണം പറയാൻ. എന്തായാലും ആ വിജയത്തിൽ ഒരുപാട് കരങ്ങൾ വേറെയുണ്ട്. ഐ വുഡ് അപ്രിഷിയേറ്റ് മുഹമ്മദ് ഷമി, ആവേസ് ഖാൻ ആൻഡ് പ്രിൻസ്. മുഹമ്മദ് ഷമിയാണ് ഹെഡിനെയും അഭിഷേക് ശർമ്മയെയും, അതായത് ലോകത്ത് നിലവിലുള്ള ഏറ്റവും വെടിക്കെട്ടായിട്ടുള്ള രണ്ട് ബാറ്റേഴ്സിനെ മടക്കി അയച്ചത്. അത് SRHന് വലിയ ക്ഷീണമായി. പ്രിൻസ് വന്ന് ഇഷാൻ കിഷനെയും മടക്കിയപ്പോൾ അവിടെ വലിയൊരു തകർച്ച അവർ നേരിട്ടു. ക്ലാസനും നിതീഷ് കുമാർ റെഡ്ഡിയും ചേർന്ന് ആ ഒരു ഇന്നിങ്സ് ബിൽഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ, ഇരുവരും 50 അടിച്ചില്ലായിരുന്നെങ്കിൽ 155 പോലും SRH എത്തില്ലായിരുന്നു. പന്ത് 50 പന്തിൽ 68 അടിച്ച് മുൻനിരയിൽ നിന്ന് നയിച്ചപ്പോൾ അവിടെ ടീമിന് വലിയ വിജയം സ്വന്തമാക്കാൻ സാധിക്കുന്നു.